ശരിക്കും മക്കള് വികൃതി കാണിക്കുന്നതാണോ നിങ്ങളെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരൊരു രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ പലപ്പോഴും ഈ 2 വയസ്സായ കുട്ടികൾ 20 വയസ്സിന്റെ പക്വത കാണിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആവോ? പലപ്പോഴും അവരുടെ ഓരോ പ്രായത്തിലും, അതായത് ഓരോ ഏജിലും അവർ കാണിക്കുന്ന ഡെവലപ്മെന്റ്സ് കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആവോ? നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ ഇല്ലാതാവോ? ഇവരൊരു വികൃതിയും കാണിക്കാത്തൊരു സ്റ്റേജിനെ പറ്റിയിട്ട് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ബെഡിൽ ഒരേ കിടപ്പ് കിടക്കുകയാണെങ്കിൽ അവർ വാശി പിടിക്കാതെ, കരയാതെ, ബഹളം വെക്കാതെ, ഒന്നിനും റെസ്പോണ്ട് ചെയ്യാതെ, ഈവൻ നിങ്ങളോടൊരു ചോദ്യം പോലും ചോദിക്കാതെ അവരൊരു മൂലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരുപാട് അമ്മമാരെ കാണാൻ പറ്റുന്നില്ലേ നമുക്ക് സമൂഹത്തിൽ? എൻ്റെ കുട്ടി ഒരു ദിവസമെങ്കിലും ഒന്ന് വികൃതി കാണിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരില്ലേ? ഒരു ദിവസമെങ്കിലും ബാക്കിയുള്ള കുട്ടികളെ പോലെ ഒന്ന് വാശി പിടിച്ചിരുന്നെങ്കിൽ, ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ, എന്നോടൊന്ന് വഴക്കിട്ടിരുന്നെങ്കിൽ. അവരുടെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കിനി ഫ്രസ്ട്രേഷൻ വരുന്നില്ലേ? അവരോട് വല്ലാത്തൊരു ദേഷ്യം തോന്നുന്നില്ലേ? അവരൊരിക്കലും ഇനി ശബ്ദം ഉണ്ടാക്കാത്ത രീതിയിലേക്ക് മടങ്ങിപ്പോയാൽ നിങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഒരു ദിവസം കുട്ടിക്ക് പനി വന്നാലേ നമുക്ക് ഭയങ്കര ടെൻഷനല്ലേ? കുട്ടി ഒന്ന് പഴയതുപോലെ എഴുന്നേറ്റ് നടന്നിരുന്നെങ്കിൽ, ഒന്ന് പുറത്തേക്കോട്ട് കളിച്ചിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണല്ലേ? ആക്ച്വലി അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ പലപ്പോഴും എന്തൊരു ശല്യമാണെന്ന് നമ്മൾ പറയുമ്പോൾ അതെന്തൊരു ബ്ലെസ്സിങ് ആണെന്നുള്ളത് നമ്മൾ മറന്നു പോകാറില്ലേ?